നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്നലെ പാതിവിന് വിപരീതമായിട്ട് ഞാൻ നേരത്തെ ഇട്ടെടുക്കുക. സോ ഐ തോട്ട് വൈ നോട്ട് ഞാൻ ഇന്നെ വാട്ട് ഈറ്റിന്റെ ഡേ കാണിച്ചാലോ എന്ന്. പൊതുവേ ഞാൻ ഒരു ഉച്ചയൊരു ഉച്ചകാലൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കാറ്. അതുകൊണ്ട് രാവിലത്തെയും ഉച്ചക്കത്തേക്ക് ഫുഡ് ഞാൻ മിക്കവാറും മിസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് നേരത്തെ ഇരുന്നിട്ടുണ്ട്, എല്ലാം ഞാൻ കയറി കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്. രാവിലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഞാനൊരു ജ്യൂസ് കുടിച്ചാണ് തുടങ്ങുന്നത്. അതും വെറും ജ്യൂസ് അല്ല, 10ന്റെ കടയിൽ നിന്ന് കിട്ടിയ ജ്യൂസ്. അതും കുടിച്ച് ആടിപ്പാടി വീട്ടിൽ വന്നപ്പോൾ ഇരിക്കുന്ന ചൂടുള്ള ഇടിയപ്പം, അതിന്റെ കൂടെ നല്ല അടിപൊളി മുട്ടക്കറി. അതും കഴിച്ച് നേരെ ഞാൻ ഒരു ഉറക്കം അങ്ങ് പാസ്സാക്കി കഴിച്ചു. ആ ഉറക്കം എഴുന്നിട്ട് ഞാൻ വന്നിരുന്നപ്പോൾ ഞാൻ മുന്നേ കടയിൽ പോയി ചപ്പാത്തി വെച്ചിട്ടുണ്ട്. ഞാനും നല്ല കുട്ടിയെ ചപ്പാത്തി വാങ്ങിയ കടയിൽ പോയി തിരിച്ചിരുന്ന വഴിക്ക് 5ന്റെ ഒരു മഞ്ചും ഒരു ജ്യൂസ് ഞാൻ എന്റെ കൂടെ കൂട്ടി. ഓരോരുത്തരുടെ വഴിയെക്കണ്ട മരത്തേന്ന് കണ്ട മൽബർക്കയും പറിച്ചെത്തിയതുകൊണ്ടാണ് ഞാൻ തിരിച്ചു നടന്നത്. തിരിച്ച് വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഇരിക്കുന്നു ഇന്നലെ വാങ്ങിച്ച തൈരിന്റെ ബാക്കി. പിന്നെ നോക്കി ഒരു പാത്രത്തിൽ ഇച്ചിരി തൈരെടുത്ത് അതിനകത്ത് ഇച്ചിരി പഞ്ചാരയിട്ട് നന്നായിട്ട് ഇളക്കി പിടിച്ചു. അത് കഴിഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്ന ചപ്പാത്തി നല്ല കുട്ടിയായിട്ട് ചുട്ടോണ്ടിരുന്നപ്പോഴാണ് എന്റെ അപ്പം കടയിൽ നിന്ന് പൊറോട്ടയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്. ചുട്ടോണ്ടിരുന്ന ചപ്പാത്തി എടുത്ത് മാറ്റി എടുത്ത് അതേ കടയിലോട്ട് 2 മുട്ടയും പൊട്ടിച്ചെടുത്ത് ഒരു പുളിസ ഉണ്ടാക്കി 4 ചപ്പാത്തിയും ഒരു ഇച്ചിരി സാമ്പാറും കൂട്ടി ഉച്ചക്കലത്തെ ഭക്ഷണം ഞാൻ അവിടെ ഒതുക്കി. പിന്നെ വൈകുന്നേരം വരെ ഞാൻ എന്റെ വയറിനും വായിക്കും റെസ്റ്റ് കൊടുത്തു. അപ്പോൾ ഈ പിറന്നാളും പ്രമാണിച്ച് എന്റെ അമ്മ പായസം ഉണ്ടാക്കി. അത് പാലട അമ്മ ഫേവറേറ്റ്. ഞാൻ വെറുതെ വിടുവോ, ഞാൻ അതാ കൂട്ടി കുടിച്ചു. പിന്നെ ആർക്ക് സങ്കടം ഉണ്ടല്ലോ എന്ന് കരുതി ഡിന്നറിന് ഒരു അല്പം ചോറും രാവിലെ ബാക്കി വന്നൊരു പൊറോട്ടയും 2 മുട്ട പൊരിച്ചതും കൂട്ടി ഡിന്നർ ഞാൻ അവിടെ ഒതുക്കി. അതോടെ ഇന്നത്തെ എന്റെ ഭക്ഷണാംഗം അവിടെ അവസാനിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും വന്നെങ്കിൽ കേട്ടോ.